സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ റോസ് ബഡ്ഡിങ് വീഡിയോ ആണ്. അതിന് ഒരുപാട് പേര് ഒരുപാട് മെസ്സേജിൽ ഇട്ട് കാണിച്ചതാണ്. അതിന് നമുക്ക് മെസ്സേജ് ഇട്ട് കേട്ടോ, അതിനകത്ത് റോസ് എങ്ങനെയാണ് ബഡ് ചെയ്യുന്നതെന്നൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനും നമുക്കൊന്ന് കണ്ടാലോ, അതിന് കൂടിങ്ങുമായോ? ഓക്കെ അല്ലേ? അതിന് റോസിൻ്റെ ബഡ് എങ്ങനെ ഇളക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. അതിന് താണ്ടി നല്ലൊരു റോസാപ്പൂ എടുത്തിട്ടുണ്ട്. അതിനുശേഷം താണ്ടെ ഇതേപോലെ അതിൻ്റെ ഒരു ഇല കട്ട് ചെയ്ത് കളഞ്ഞ് അതിന് ശേഷമായിട്ട് ഇതാ ഈ ഒരു പോർഷനിൽ ഇതാണ്ട് ഇവിടെ ഒരു റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെങ്കിൽ പോയി കേട്ടോ. അങ്ങനെ പോകാൻ പാടില്ല, എന്നാലും തെറ്റുപറ്റി. ഓക്കെ, അന്നേരം എന്താണ്ട് സമ്മതിക്കണമല്ലോ. അതാണ്ട് അതേപോലെ റൗണ്ടായിട്ട് ഇവിടെ അങ്ങോട്ട് എടുക്കുക. അതിന് ശേഷമായിട്ട് ഇതിൻ്റെ സൈഡ് കണ്ട സൈഡ് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞങ്ങോട്ട് എടുക്കുക. അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും പതുക്കെ വരഞ്ഞങ്ങോട്ട് എടുക്കുക. ഇതാ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഓക്കെ, അതിന് ശേഷമായിട്ട് പതുക്കെ ഇവനിങ്ങനെ ഒന്ന് വളച്ച് നോക്കുക. ചെറുതായിട്ട് പൊട്ടി വരും. പൊട്ടി വന്നതിന് ശേഷമായിട്ട് ഇതാ പതുക്കെ ഇതേപോലെ ഇളക്കി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഒരു പോർഷൻ തനിയെ കിട്ടും. ഇപ്പുറത്തെ പോർഷൻ പതുക്കെ ഇളക്കി അങ്ങ് എടുത്താൽ മതി. ബ്ലേഡ് വെച്ച് തന്നെ പതുക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇളകി കഴിഞ്ഞ് പോരും. ഇതാ ഇപ്പോൾ സൈഡും പതുക്കെ ഒന്ന് ഇളകി കൊടുക്കുക. ഞാൻ എടുത്തോ. ഇങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം യാന്ത്രികമായിരിക്കും. കണ്ടോ, നോക്കിയോ സിമ്പിളായിട്ട് നഖം വേണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബഡ്ഡിങ് ഒക്കെ ചെയ്യുന്നവർ മാക്സിമം കണ്ടല്ലേ, രണ്ടായിട്ട് ഒന്നാണ്ട നിങ്ങളിന്ന് ഇളകി കാണിച്ചാണ്. ഒരൊറ്റ ഇതില്ല. ഇത് കണ്ണ് ഇതേപോലെ പൊട്ടാതെ കിട്ടുകയും ചെയ്യും. കണ്ണിതായിരിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ ഒരു കാരണവശാലും തൊടാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ കണ്ണ്. ഈ കണ്ണ്, അതായത് ബഡിൻ്റെ കണ്ണാണ് ഈ കാണുന്നത്. ഇതേപോലെ കണ്ണ് പൊട്ടാതെ കിട്ടണം. നേരത്തെ നമ്മൾ കിട്ടിയപ്പോൾ ചെറുതായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നു. ബഡ് ഇളക്കിയാണ്ട, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ബഡ് ഇളക്കുക എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് കാണിച്ചത്. ഇത് വേണം അത് കീറിയിട്ട് രണ്ട് സൈഡും അകറ്റി അതിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാൻ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ഒരു ബഡ്ഡിങ് വീഡിയോ ആണ്. റോസ് നല്ല താജ്മഹൽ റോസ് നമ്മൾ ബഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. എന്നിട്ട് നമ്മൾ 1, 2, 3 വെറൈറ്റി ബഡ് ചെയ്ത് നമ്മൾ പ്രൂൺ ചെയ്ത് പുതിയ മണ്ട വന്ന് നിൽക്കുന്നത് നോക്കിയാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ടൈപ്പ് റോസിനകത്താണേ. പുതിയ മുട്ട് വന്ന് നിൽക്കുന്നത്. കാണിച്ചു തമാശ പറയുന്നൊന്നുമില്ല. പുതിയ ബഡ് വന്ന് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്തിരുന്നെല്ലാം പുതിയ ശിഖരങ്ങളൊക്കെ വന്നത്. അതേപോലെ തന്നെ ഇത് നമ്മൾ സ്പെസിമെനാട്ടോ. അത് നോക്കി അടുത്ത മുട്ട് വന്ന് നിൽക്കുന്നത്. ഇതെല്ലാം പല വെറൈറ്റി ഒരെണ്ണത്തിനകത്ത് ബഡ് ചെയ്തേക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ റെഡും കൂടി ഇതിനകത്ത് കയറ്റാൻ വേണ്ടി പോവാണ്. അന്നേരം നമുക്ക് റെഡിൻ്റെ മണ്ടേ നടക്കാമല്ലോ. പ്ലാന്റിൻ്റെ ബഡ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കുക. അന്നേരം പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഫെബ്രുവരി 14 എല്ലാവരും കൊടുക്കുന്ന സാധനം കേട്ടോ. നമ്മൾ തൽക്കാലത്തേക്ക് ഇത് നമ്മൾ തൈ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ പൂവൊക്കെ വെട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ഓക്കെ, അന്നേരം പൂവാണേ. അന്നേരം അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു മുകുളം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുവാണേ. ഈ ഒരു മുകുളം നമ്മൾ സെലക്ട് ചെയ്യുവാണ്. അതിനെ നമ്മളിതാ ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നമ്മൾ എടുക്കാൻ വേണ്ടി പോവാം. ബഡ് ഇളക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടുന്നും ഇതേപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗത്തും റൗണ്ടായിട്ട് ഇവിടെയും റൗണ്ടായിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് വളച്ച് നോക്കാം. ഇളകി കഴിഞ്ഞ് പോരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പതുക്കെ ഒടിച്ചിട്ട് പതുക്കെ സൈഡിൽ നിന്ന് പതുക്കെ പിടിച്ച് ഇങ്ങോട്ട് വളച്ച് കഴിഞ്ഞാൽ ഇത് ഇളകി കഴിഞ്ഞാൽ പോരും. ഇതേപോലെ ഇളകി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്ത് കണ്ണിരിക്കുന്നുണ്ട്. കണ്ണ് കാണിച്ചു തരാം.
ഇതാണ്. ഓക്കെ, അന്നേരം ഇതിന് അകത്ത് തൊടാൻ പാടില്ല. അതിനുശേഷമായിട്ട് നമ്മൾ താണ്ടെ ഇതിൻ്റെ ഒരു പോർഷൻ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എവിടെ നിന്നാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ 2 മുള്ളു ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. നമ്മളിപ്പം എവിടെ ചെയ്യാം, ഇതാണ്ട് ഈ ഭാഗം എടുക്കുക. ഓക്കെ, അന്നേരം ഈ ഭാഗത്ത് നമ്മൾ താണ്ട് ഇവിടെ എടുക്കാം, അല്ലേ ഇവിടെ എടുക്കാം. എവിടെയെങ്കിലും ഒന്ന് എടുത്താൽ മതി എന്നായിരിക്കും നിങ്ങളിപ്പോൾ പറയുന്നത്. എന്നാലും നമുക്ക് താണ്ട് ഈ പോർഷൻ താണ്ട് എടുത്തിട്ടുണ്ട്, ഇവിടെയും അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അതിനുശേഷമായിട്ട് ഇതാണ്ട് ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു റൗണ്ടായിട്ട് കീറി അതിനെ അങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടും ഒന്ന് ഇളക്കി മാറ്റണം. നഖം വയ്ക്കുന്നത് നല്ലതാണേ. കട്ടി അന്നേരം ബഡ് താണ്ട് നമ്മളതിലുണ്ട്. അന്നേരം അതേപോലെ തന്നെ ആ പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത് ഈ പോർഷനിലേക്കാണ് എടുത്തേക്കുന്നത്. അതിന് ശേഷമായിട്ട് ഈ ബഡിനെ നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി കൊണ്ട് വയ്ക്കണം. അതിൻ്റെ ഉള്ളിൽ, അതായത് ബഡിൻ്റെ ഉള്ളിൽ തൊടാൻ പാടില്ല. ഇതൊന്നുകൊണ്ടൊന്ന് അകത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് ഈ ഒരു പോർഷനിൽ ഇതിങ്ങനെ വെക്കാനായിട്ട് പറ്റും. ഇതാണ്ട് കണ്ട, ഇതിങ്ങനെ ഇരിക്കണം. ബഡ് ഉള്ളിൽ പോയിട്ടുണ്ട്. ബഡ് ചതയാൻ പാടില്ലേ. അതിന് ശേഷമായിട്ട് നമ്മൾ താണ്ട് ഒരു ടേപ്പ് എടുക്കുന്ന, ടേപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗവും മോൾ ഭാഗവും ടൈറ്റായിട്ടിരിക്കത്തക്ക രീതിയിൽ അതിനകത്ത് കണ്ണ് പുറത്ത് വരാത്ത രീതിയിൽ ഇതാണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് കെട്ടുക. കണ്ടല്ലേ, അതെ ഇതേപോലെ എടുത്തു. അതിനുശേഷം അതിൻ്റെ മേൽഭാഗത്തൂടെ കണ്ണടയാത്ത രീതിയിൽ വേണേൽ ഒന്ന് വലിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് നിർത്തുക. ഓക്കെ, ഒരു 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇതേപോലെ കെട്ടി വാരിച്ച് അങ്ങോട്ട് നിർത്തുക. കണ്ട, ഓക്കെ. ഇതേപോലെ നമ്മൾ ഇവിടെ ബഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കണ്ണൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് ഹാപ്പിനോർ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ബഡ് ചെയ്ത് എങ്ങനെയാണ് അത് കാണിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് കാണിച്ചതാണ്. അന്നേരം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു 15-20 ദിവസം കഴിയുമ്പോൾ നോക്കണം അതിനകത്ത് പച്ചപ്പുണ്ടോയെന്ന്. അതിനുശേഷം പതുക്കെ അത് കട്ട് ചെയ്ത് കളയാം. 15-18 ദിവസം മതി. അന്നേരം ദാണ്ടേ ഇതേപോലെ റോസ് പുതിയ മൊട്ട് വരും. ദാണ്ട് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബഡാണേ. ദാണ്ടേ ഇനി വന്നേ ഇപ്പുറ സൈഡിൽ വന്നേ. ഇതാ ഈ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് ചെയ്ത് വെച്ച ബഡാണിത് ഈ കാണുന്നത്. ഈ ബഡ് വളർന്ന് മേളിലോട്ട് വന്നതിന് ശേഷമായിട്ട് ഇനി വന്നേ അടുത്ത മൊട്ടാണ് വരുന്നത്. കണ്ട, അതേപോലെ തന്നെ ഇത് ഒരു ബഡ് നമ്മൾ ചെയ്ത് വെച്ചതാണ്. ഇതാണ്ടേ ഇതൊരു ബഡ് നമ്മൾ ചെയ്ത് വെച്ചതാണ്. ഇത് ബഡ് ചെയ്ത് 2 ശിഖരമായിട്ട് വന്നതിന് ശേഷമായിട്ട് അടുത്ത മുട്ട്. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രൂൺ ചെയ്തതാണ്. ഹാർഡ് പ്രൂൺ ചെയ്തതിന് ശേഷം പുതിയ ഷൂട്ട് വന്നത്. ഓക്കെ, അന്നേരം ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. അന്നേരം ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു.